ശ്രുതി ഒരു യോഗ ട്രെയിനറാണ്. ശ്രുതി ബേസിക്കലി തൃശ്ശൂരിൽ നിന്നാണ്, ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പോൾ ശ്രുതി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. നല്ലൊരു അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും യോഗ ജോയിൻ ചെയ്ത് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒന്ന് രണ്ട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് യോഗ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശ്രുതിയുടെ നമ്പർ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. യെസ് ശ്രുതി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ഞാൻ സുബി സാറിനെ കണ്ടുമുട്ടുന്നത് ഒരു സംരംഭകരുടെ ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോഴാണ്, ഒരു ബിസിനസ് കൺസൾട്ടേഷൻ ആയിട്ട്. അപ്പൊ അന്ന് അതൊരു ബിസിനസ് കൺസൾട്ടേഷൻ ആയിട്ട് മാത്രം ഇതാക്കി. എനിക്ക് ആകെ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്റെ ബിസിനസ്, അതുവരെയും ഞാൻ ഒരു രൂപ ക്യാമ്പയിനോ ഒന്നിനും ഇറക്കിയിട്ടില്ല, അതിലൊന്നും അത്രയൊന്നും എനിക്കറിയൂല. അപ്പം അതിൽ പോയി പൈസ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സുബി സാറിന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയത്, ഇതൊക്കെ നമുക്ക് സ്വയം പഠിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു തോട്ട് മാത്രമേ കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ആക്ച്വലി ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുക, ഞാൻ സാറിന് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാ ഞാൻ പറയുന്നത്, ഞാനിവിടെ വന്ന് ഒരു 3-4 മാസമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്, ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന. ശരിയാണ്, ബിസിനസിന്റെ എൻ്റെ പ്രൊഫൈലുകളും കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ആയി. ഞാൻ സാറിന് ഇന്നൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലെ. ഒരു പ്രൂഫാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഇവിടെ ഉള്ളത്, അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരിക്കുന്നു. ശ്രുതിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു, അവർ ആൾക്കാരെ ശ്രദ്ധിക്കുന്നു, എനിക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷേ കാര്യം ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ പോയി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും 2-3 വർഷത്തോളം പല പല കോഴ്സുകളും കോച്ചുകളുടെ വെബിനാർസും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ എവിടെയും പോകാനൊന്നും കാര്യമായിട്ട് എനിക്കൊരു കണക്ഷനും തോന്നിയില്ല, അതിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്നും തോന്നിയില്ല. കുറെ റെക്കോർഡഡ് സെഷൻസ് നമ്മൾ സൈനപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ജോബ്, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഇന്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്തിട്ട് വന്നതൊന്നുമല്ല. ആക്ച്വലി സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ലിങ്ക്ഡിനിലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രുതി നിന്റെ ഈ പ്രൊഫൈല് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, ഇന്ന പോയിന്റ്സ്. അത് മാത്രം, അതിന്റെ സാറ് പഠിപ്പിച്ചു തന്നതിന്റെ ചിലപ്പോൾ ഒരു 50% പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലേ അല്ലേ. പക്ഷെ അപ്പോഴേക്കും ആൾക്കാർ അത് കാണുന്നു, റീച്ച് ഔട്ട് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് എത്രയോ ആവശ്യമുണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പിലാണെങ്കിലും, അതുപോലെ തന്നെ ഈവൺ സെയിൽസിലാണെങ്കിലും B2Cയിലാണെങ്കിലും ഒക്കെയും ഈ ഡീറ്റെയിൽസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ആൾക്കാർ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ സ്കിൽസ് ഉള്ള സ്ത്രീ അവർ പ്രിഫർ ചെയ്യുന്നത് സ്ത്രീകളെയാണ്. അതും സാറ് പറഞ്ഞ പോയിന്റ് ഞാൻ ഇന്നത് ആലോചിച്ചു. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളതല്ല സംശയം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ജോലികള് നിങ്ങൾ മാനേജ് ചെയ്യാൻ തയ്യാറാണോ, ആ ടൈം മാനേജ് ചെയ്യാൻ തയ്യാറോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നണം. എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിലുള്ള സാറിന്റെ പേഴ്സണൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് 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 ജോലിയാവുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യോഗ എന്ന് പറയുന്ന ബിസിനസ്സിലും ഞാനത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി, അതിലും ഇമ്പ്രൂവ്മെന്റ് കാണുന്നു. പ്ലസ് എനിക്ക് അത്യാവശ്യം പാരലൽ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു ഇൻകം സോഴ്സിലേക്കും കൂടിയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. സാറ് പറഞ്ഞ പോലെ സാറിന് അത് അറിയുന്നോണ്ടായിരിക്കും, ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ എനിക്ക് എല്ലാം കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വഴികൾ വരുന്നത്. അതും ജെന്യുവൻലി സ്ത്രീകളിലേക്ക് എത്തിക്കുക, അവരെ പഠിപ്പിച്ചെടുക്കുക, അത് ഒരു വലിയ സ്കില്ലാണ്. അതൊരു സ്കില്ല് മാത്രമല്ല, അതെനിക്ക് തോന്നുന്നു ജെന്യുവൻലി അത് ഓതന്റിസിറ്റി ഉള്ളവർക്ക് തന്നെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതെന്റെ ഭയങ്കര കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ഇതാണ്, ഫീഡ്ബാക്ക് ആണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ റീച്ച് ഹിയർ ഇൻ മൈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ താങ്ക് യു മച്ച്. ശ്രുതി. എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഞാൻ ചോദിക്കാം. പക്ഷെ ഞാൻ ആ മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഡിസ്ട്രാക്ട് ആയി, ആ മെസ്സേജ് വന്നപ്പോൾ എന്താണ് മെസ്സേജ്. സാറിനത് ഷെയർ ചെയ്യാം, സാറിനത് ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഷെയർ ആ ചെയ്യാം. യെസ് യെസ് യെസ്, അങ്ങനെ പല സ്ക്രീൻഷോട്ടുകളും ഉണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ആ, കുറെ പേര് ചോദിക്കുന്നു, നീ ഇത് പഠിച്ചോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രൊഫഷണൽ ആണോ ചെയ്തു തരുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കുറവ് ചെയ്യുന്ന ഒരാളാണ് ശ്രുതി അല്ലേ?
അതെ, അന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വർക്കിൻ അതും പറയണം കേട്ടോ ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ബാച്ചില് ബാക്ക് ബെഞ്ചറാണ് ഞാൻ. അതെ അതെ കാരണം അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ പാരന്റ് ആണ്, എന്റെ ജോലിയില് ബിസിയാണ്. അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് കുറച്ച് സമയം ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ എന്ന് എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് പോകും. അത് സാറ് പറഞ്ഞത് ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ആ ഹോംവർക്ക് ആയിട്ട് ആവില്ല ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ലിങ്ക്ഡിനിൽ പോയിട്ട് എന്തെങ്കിലും ഉം. നോക്കുക, സെർച്ച് ചെയ്യുക, കമന്റ് ചെയ്യുക, അതല്ല വെച്ചെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക. ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്തു വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ റിസൾട്ട് ഭയങ്കര ഡിഫറെന്റാ. അപ്പം എനിക്കത് ഓക്കെ, ഓർഗാനിക് റിസൾട്ട് കിട്ടിയ ആളാണ്. താങ്ക് യു താങ്ക് യു ശ്രുതി. സർ.